ടൈം TV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന് പരിസമാപ്തി. നാടെങ്ങും ഈദുൽ ഫിത്തർ ആഘോഷം. ആശ്വാസമായി 2 ഗഡു പെൻഷൻ വിതരണം ആരംഭിച്ചു. ഇരിങ്ങത്ത് കുപ്പേരിക്കാവ് ക്ഷേത്രോത്സവത്തിൽ വൻ ഭക്തജന തിരക്ക്. മണിയൂർ മഠം ചുമർചിത്ര ഉന്മീലനവും സമർപ്പണവും KK മാരാർ നിർവഹിച്ചു. ഒരു മാസക്കാലം നീണ്ട ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും വ്രതാനുഷ്ഠാനങ്ങൾക്ക് വിരാമമിട്ട് വിശ്വാസി സമൂഹം സ്നേഹൈക്യത്തോടെ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നു. പെരുന്നാൾ നിസ്കാരത്തിന് പ്രത്യേകം സജ്ജമാക്കിയ ഇടങ്ങളിലും മസ്ജിദുകളിലും പ്രാർത്ഥനയ്ക്കായി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തിച്ചേർന്ന വിശ്വാസികൾ പരസ്പരം ആശംസകൾ നേർന്നും ഖബറിസ്ഥാനിൽ ഉറ്റവർക്കായി പ്രാർത്ഥന നടത്തുന്ന കാഴ്ചകളാണ് എങ്ങും. ലോകമെങ്ങും സങ്കടപ്പെടുന്നവർക്ക് കൂടിയുള്ള പ്രാർത്ഥനകളായിരുന്നു ഓരോരുത്തരിലും. من شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من وسواس الناس الذي يوسوس في صدور الناس من الناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل ما ترينا هذه حديثا ما تلاوتنا تلا بركة كاملة إلى أرواح الصحابة صلى الله عليه وسلم ثم إلى أرواح جميع الأنبياء والمرسلين. الحمد لله رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. പെരുന്നാളിനും വിഷുവിനും മുന്നോടിയായി മുടങ്ങിക്കിടന്ന പെൻഷൻ 2 മാസത്തേക്ക് ലഭിച്ചു തുടങ്ങിയത് ഉപയോക്താക്കൾക്ക് ഏറെ ആശ്വാസമായി. 3800 രൂപ ഒരുമിച്ച് കിട്ടുന്നതോടെ മനം നിറഞ്ഞ പ്രതീതിയാണ് പലരിലും. ഇനിയുള്ള മാസങ്ങളിൽ മുടങ്ങാതെയും ബാക്കിയുള്ളത് തുടർന്നും ലഭിക്കുമെന്ന പ്രതീക്ഷ ഇവർ പങ്കുവച്ചു. പെരുന്നാളിന് കിട്ടിയതിന് വലിയ സന്തോഷം. കേരള സർക്കാർക്കും മുഖ്യമന്ത്രിക്കും എല്ലാം വലിയ സന്തോഷമായിട്ട് ഇരിങ്ങത്ത് കുപ്പേരിക്കാവ് ക്ഷേത്ര മഹോത്സവം ഭക്തജന സാന്നിധ്യത്താലും വേറിട്ട ആചാരങ്ങളാലും ശ്രദ്ധേയമായി. ചോമപ്പൻ വരവും തിരുവായുധം വരവും കളമ്പാട്ടും തിരിയൊഴിഞ്ഞാട്ടവും കാളിയാട്ടവും വാളകം കൂടലുമെല്ലാം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വേറിട്ട ആചാരങ്ങളാണ്.
CK നാരായണൻ, പുതിയോട്ടിൽ സുരൻ, കുനിയിൽ ചന്ദ്രൻ, VP നാരായണൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ എന്നിവരുൾപ്പെടെയുള്ള ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഊരാളന്മാരും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഞങ്ങളെ ഒരുപാട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ദിവസം, അതായത് വലിയകാലത്ത് ദിവസം താലപ്പൊലി പകൽ വെൽവിളക്കോടുകൂടി നടത്തണമെന്നാണ് പ്രശ്നവശാൽ കണ്ടത്. പക്ഷേ വരവുകളൊന്നും സമയത്തെത്താതെ അതിന്റെ പേരിൽ ഞങ്ങളത് രാത്രി തന്നെ ആയിപ്പോകും. അത് നടത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇനി MLA ആഗ്രഹം നടക്കട്ടെ. അതുപോലെ എന്നുവെച്ചാൽ ഒരുപാട് പ്രദേശത്തെ ആൾക്കാരൊക്കെ എത്തിച്ചേരണം. പ്രദേശത്തെ ചൂടും മറ്റു കാര്യങ്ങളൊക്കെ കമ്മിറ്റി നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത് പരിപാടികളൊക്കെ ആയിട്ട് തന്നെ നടത്താൻ. ഇന്ന് കലാസ്വാദകർക്ക് മലബാറിലെ പ്രധാനപ്പെട്ട ചിത്ര സങ്കേതമായി മാറി മണിയൂർ മഠം. ക്ഷേത്രത്തിന്റെ നാലമ്പല ചുമരിന്റെ മുൻഭാഗത്താണ് ഭാഗവതത്തിലെ ശ്രീകൃഷ്ണ ലീലകൾ മുഖ്യ രചനയാക്കി ചുമർചിത്രങ്ങൾ ഒരുങ്ങിയത്. ഗണപതി, ശിവൻ, സുബ്രഹ്മണ്യൻ, ഭഗവതി, ദ്വാരപാലകർ തുടങ്ങിയ ദേവതകളും ചുമർചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രശസ്ത കലാനിരൂപകൻ KK മാരാർ ചുമർചിത്ര ഉന്മീലനവും സമർപ്പണവും നിർവഹിച്ചു. പ്രശസ്ത കലാകാരൻ നവീൻ കുമാറിന്റെ നേതൃത്വത്തിൽ സജു, കുഞ്ഞൻ, മഹേഷ്, ഹരി, ബിപിൻ ലാൽ, ദീപിക എന്നിവരാണ് ചിത്രങ്ങൾ വരച്ചത്. നവീൻ എന്ന കലാകാരനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് നാളായിട്ട് അറിയാം. വളരെ പഠിക്കുന്ന കാലം തൊട്ടേ അറിയാം. വളരെ അനുഗ്രഹീത കലാകാരനാണ് നവീൻ. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളുടെ ഭംഗി കണ്ടാൽ അറിയാം. വളരെ തന്മയത്വത്തോടും ട്രഡീഷണലായും ഒട്ടും ശൈലി വിടാതെ വളരെ ഭംഗിയായി ചെയ്തിരിക്കുന്നത്. ഇനിയും അങ്ങനെ ഒരുപാട് അവസരങ്ങൾ നവീന് വരട്ടെ. ഇത്രയും പഴയ ഒരു അമ്പലം, വളരെ പുരാതനമായ ഒരു അമ്പലത്തിൽ ഇത്രയും നന്നായി ചെയ്യാനും അവസരം ഇനിയും അതുപോലെ കൂടുതൽ അവസരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.